cover. News 1. Plug public dashboard to track progress of remediation of legacy landfills. The landfills എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? തട്ടി മനുഷ്യൻ തന്നെ എന്ത് ചെയ്യുന്നു? വേസ്റ്റിന്റെ കൂനകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് ബിൽഡിംഗ് വേസ്റ്റുകളും മണ്ണും കൊണ്ടുവന്ന് തട്ടിയിട്ട് ആ സ്ഥലം നികത്തുന്നു. ഇതൊക്കെ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ പെടുന്ന സംഭവങ്ങളാണ്. സോ അതിനെ പറ്റിയിട്ടാണ് വാർത്തയുള്ളത്. Garbage dump sites have become a massive problem for most urban cities. Maharashtra's Greater Mumbai holds a maximum amount of legacy waste in the state. So മുംബൈയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. നമ്മൾ സീക്രട്ട് ഗെയിംസ് തുടങ്ങിയിട്ടുള്ള സീരീസിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് സംഭവം നടക്കുന്നത്. റൈറ്റ്. ഡംപ് സൈറ്റുകൾ മുംബൈയുടെ മാത്രമല്ല, ഒരുവിധം ഒരു മെട്രോപൊളിറ്റൻ സിറ്റീസിന്റെ എല്ലാം ഇഷ്യൂസ് ആണ്. ഇന്ത്യയിൽ ഡംപ് സൈറ്റുകൾ എന്ത് ചെയ്യുന്നു? വലിപ്പം കൂടി വരുന്നു. കാരണം ആൾക്കാരുടെ ഉപഭോഗം കൂടി, വേസ്റ്റിന്റെ അളവും അതുപോലെ തന്നെ കൂടി. സോ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നത് ചോദ്യമാണ്. റൈറ്റ്. സോ ഇത്തരത്തിലുള്ള ഗാർബേജ് ഹില്ലുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യ സീറോ ഡംപ് സൈറ്റ് വാസ് ലോഞ്ച് is one of the aims SPM 2.0. Any waste that has remained dumped over for 3 months is considered legacy waste. The mission aims to making all cities garbage free by the end of its 5-year period. So garbage free city എന്നുള്ള ആശയം നമുക്ക് എന്താണ് ഇവരുടെ മെത്തഡോളജി എന്നുള്ളതിലേക്ക് പോവാം. പ്രധാനപ്പെട്ട കാര്യം. While landfills were only supposed to contain the remnants of solid waste after processing, the segregation and management were not carried out over the years, leaving mountains of trash. Now, a public dashboard on the progress at 2,200 such sites is in the offing. Through the portal, citizens will be able to track progress of their cities, action plans for remediation of legacy landfills, and plans covers everything from remediation to eventual reuse of the land. Once removed, the sites would free up 15,000 acres of land. So, ഇതുവരെ 5000 ഏക്കർ സ്ഥലമാണ് ഇങ്ങനെ വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. സോ ഇത്തരത്തിൽ ഒരു 3 മാസമായിട്ടും അത് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യുന്നില്ല. അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നില്ല. മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് 2 രീതിയിലുണ്ട്. സോളിഡ് വേസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്യാം, റീയൂസ് ചെയ്യാം. 3R ടെക്നോളജി എന്നൊരു സാധനമുണ്ട്. പ്രോട്ടോകോൾ എന്നൊരു സംഭവം. റൈറ്റ്. സോ ഇത്തരത്തിൽ റീയൂസോ റീസൈക്കിളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം. സോ ഇത്തരത്തിൽ ഡിസ്പോസിഷൻ ഒന്നും നടക്കുന്നില്ല. ആൾക്കാർ വെറുതെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ? ഡംപ് ചെയ്യാം. സോ 3 മാസത്തിന് മേലെ അതവിടെ കിടന്നാൽ അതായത് നമ്മൾ ലെഗസി വേസ്റ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ 15,000 ഏക്കർ സ്ഥലത്താണ് ലെഗസി വേസ്റ്റ് കിടന്നിട്ട് വേസ്റ്റ് ആയി പോകുന്നത്. ലാൻഡ് വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സോ അത് വീണ്ടെടുക്കാൻ വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കുന്നു സർക്കാർ എന്നാണ് ന്യൂസ്. സെക്കൻഡ് വൺ, ഇന്ത്യസ് കോൾ മൈൻസ് ആർ സിവർലി അണ്ടർ യൂട്ടിലൈസ്ഡ് എമിഡ് പുഷ് ഫോർ ന്യൂ വൺസ്. ഹെഡ്ലൈൻ പറയുന്നു, ഇന്ത്യയിൽ പുതിയ കോൾ മൈൻസിന് കിട്ടാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള മൈൻസ് തന്നെ മര്യാദയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. ഇതാണ് ഹെഡിങ്. സോ ചലഞ്ചസ്. നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. കോൾ സെക്ടർ, ഇന്ത്യയിലെ കോൾ സെക്ടർ അവസ്ഥ എന്താണ്? Global Energy Monitor tracks utilization of fuel source internationally. GEM has recently performed its analysis on a coal sector in India by surveying annual reports of Coal India and has not listed capacity constraints as among the reasons it fails to reach production targets. According to a report, on average, India's coal mines use only 2/3 of the capacity, with some large ones using only 1%. He suggests that 99% of India's coal mine projects expected to yield 27 million tons per annum under development are unnecessary, and opening new coal mines would contribute to easing short-term supply crunches. സംഭവം മനസ്സിലായല്ലോ. ലളിതമായി പറഞ്ഞാൽ നമ്മൾ പുതിയ കോൾ മൈനുകൾ തുടങ്ങാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉടായ്പകൾ മാത്രമാണെന്നാണ് ഗ്ലോബൽ എനർജി മോണിറ്ററുടെ റിപ്പോർട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജെം അഥവാ ഗ്ലോബൽ എനർജി മോണിറ്റർ നടത്തിയിട്ടുള്ള പഠനത്തിൽ, ഇന്ത്യയിൽ നടത്തിയ പഠനമാണ്. കോൾ ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ എടുത്തു വെച്ച് നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇന്ത്യയിലെ കോൾ മൈനുകളൊന്നും അവരുടെ ശേഷിയുടെ ചെറിയൊരു ശതമാനം പോലും
യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 2/3 പോലും എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതായത് 2/3 ശേഷി പോലും കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. വലിയ വലിയ കോൾ മൈൻ ഉണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെയുള്ള കോൾ മൈനുകളിൽ ഏറ്റവും വലിയ കോൾ മൈനിന്റെ 1% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇപ്പോഴും ഉപയോഗപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 90% ഉപയോഗിക്കാതിരിക്കുകയാണ്. സോ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇത്രയും കോള് ഓൾറെഡി ഖനനം തുടങ്ങിയ മൈനിൽ തന്നെ ഇത്രയും അധികം കോൾ ഇരിക്കുന്ന സമയത്ത് പിന്നെയും പിന്നെയും പുതിയ പുതിയ കോൾ മൈനിങ് പ്രൊജക്ട് തുടങ്ങുന്നത് ആവശ്യമായ ഒരു കാര്യമല്ല. ഇതാണ് ഈ ന്യൂസിന്റെ സോ 99 of India's coal mine projects expect to eat 14 million per year under development are unnecessary. സോ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, കോൾ മൈൻ പ്രൊജക്ടുകൾ അണ്ടർ ഡെവലപ്ഡ് ആയി, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം എന്താണ്, അൺനെസസറി ആണ്. ആൻഡ് ഓപ്പണിംഗ് ന്യൂ കോൾ മൈൻസ് വുഡ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഈസിംഗ് ഷോർട്ട് ടേം സപ്ലൈ ക്രഞ്ചസ്. പുതിയ കോൾ മൈൻ ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തില്ല, മെച്ചമൊന്നുമില്ല. അതിന്റെ സപ്ലൈ ക്രഞ്ചസ്, ഷോർട്ട് ടേം സപ്ലൈ ക്രഞ്ചസിനെ ഒന്ന് മാനേജ് ചെയ്യാൻ സഹായിക്കുകയില്ല. സോ ഇറ്റ്സ് അട്ടർ വേസ്റ്റ് എന്നതാണ് ലേഖനം പറയുന്നത്. At least twice last year, India experienced severe crisis with more than 100 of 285 thermal power plants witnessing coal stocks fall below critical mark of 25% of the required stock. In our 50 plants, it fell below 10%. This led to power shortages in several states, including Andhra Pradesh, Jharkhand, and Madhya Pradesh. Okay, ന്യൂസ് ഇന്ന് ഇങ്ങോട്ട് എടുത്തതാണ്. അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യയിൽ സിവിയർ കോൾ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അഥവാ എനർജി ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് മെയിൻലി കോൾ ഉപയോഗിച്ചിട്ടാണ്, അഥവാ തെർമൽ പവർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ്, റൈറ്റ്. So more than 100 of 285 thermal power plants witnessing coal stocks fall below critical mark of 25%. So വലിയൊരു ക്രൈസിസ് വന്നു. പകുതിയോളം ഈ തെർമൽ പവർ പ്ലാന്റുകൾ 25% പോലും എന്തില്ല, റിക്വയർഡ് സ്റ്റോക്കിന്റെ കോൾ ഇല്ലാത്ത അവസ്ഥകൾ വന്നു. പലയിടത്തും അത് 10% താഴേക്ക് പോയി. ആൻഡ് ദാറ്റ് ലെഡ് ടു പവർ ഷോർട്ടേജ്. അത് ഇലക്ട്രിസിറ്റി വേണ്ടത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. So coal mines under development threatened to displace at least 165 villages and affect 87,630 families, of which 41,000 lives are in areas where the predominant population in tribal communities. നല്ല സാധനമാണ്. സോ ഈ ഡാറ്റ, ഈ കാണുന്ന ഡാറ്റ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. എന്താ അതിൻ്റെ അകത്ത് പറയുന്നത്, കോൾ മൈനുകൾ ഉണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്ട് ഓർ ഇമ്പാക്ട് ഓഫ് കോൾ മൈൻസ് ഓൺ പീപ്പിൾസ് ലൈഫ്. എന്താണ് ഇമ്പാക്ട് എന്ന് ചോദിച്ചാൽ, കോൾ മൈനുകൾ അണ്ടർ ഡെവലപ്മെന്റ് ആയിട്ടുള്ള, പുതുതായിട്ട് തുടങ്ങാൻ അംഗീകാരം കിട്ടിയിട്ടുള്ള കോൾ മൈനുകൾ അത് വന്നാൽ അവർ ഡിസ്പ്ലേസ് ചെയ്യാൻ പോകുന്നത് 165 ഗ്രാമങ്ങളെയാണ്. സോ കത്തിയിൽ വിജയണ്ണ ഗ്രാമങ്ങൾ എങ്ങനെയാണ് കോർപ്പറേറ്റുകൾ ഇല്ലാതാക്കുന്നതിനെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കോൾ മൈനുകൾക്കൊക്കെ നാളെ അനുമതി കിട്ടി അവർ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഡിസ്പ്ലേസ്ഡ് ആവാൻ പോകുന്ന 165 വില്ലേജുകളാണ്. ആൻഡ് ഇറ്റ് വിൽ എഫക്ട് 87,000 ഫാമിലീസ്. അതിൽ തന്നെ 41,000 പേര് ആർ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ആ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് അവരുടെ സ്ഥലം, പുരയിടവും അവരുടെ ജീവിത ഹാബിറ്റാറ്റും ഒക്കെ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ദിസ് വിൽ ഓൾസോ ത്രട്ടൻ ടു 22,600 hectares of agricultural land and 19,000 hectares of forest. സോ ഇത്രയും കാടും പോവും, അതുപോലെ തന്നെ കൃഷിയിടങ്ങളും നമുക്ക് നഷ്ടപ്പെടും. വിൽ ബി കൺസ്യൂം at least 168,01 lakh ഓക്കെ. ഇത് ഒരുപാട് വാട്ടർ ഇന്റൻസീവ് ആയിട്ടൊരു സംഭവമാണ് തെർമൽ പവർ പ്ലാന്റ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിന്റെ അകത്ത് വെള്ളം എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ വെള്ളം സ്റ്റീം കൊണ്ടാണ് ഈ സാധനം കറങ്ങുന്നത്. സോ ഇറ്റ് ഈസ് വാട്ടർ ഇന്റൻസീവ്. സോ ഇത്ര ഇന്ത്യയിലാണെങ്കിൽ വാട്ടർ ഷോർട്ടേജും കൂടി അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടാൻ തന്നെ ഇല്ല. സോ അത്തരത്തിലൊരു സമയത്ത് ഇത്രയും ഒരു കാര്യവും ഇല്ലാതെ വെറുതെ പുതിയതായിട്ട് ഇത്ര കോൾ മൈനുകൾ തുറക്കുന്നത് ബുദ്ധിപരമാണോ അല്ലയോ എന്നതാണ് ചോദ്യം. സോ ലേഖനം അനുസരിച്ച് പറയുകയാണെങ്കിൽ ബുദ്ധിപരമല്ല എന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഹിന്ദു നമ്മളോട് പറയുന്നത്. പകരം 1% മാത്രം യൂട്ടിലൈസ് ചെയ്ത് വെറുതെ എന്തായാലും ഇത്രയും കാടും വെട്ടിക്കളഞ്ഞ് ആൾക്കാരുടെ കുടിയിറക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിലവിലുള്ള കോൾ മൈനുകൾ തുറന്നത്. ആ കോൾ മൈൻ ഉള്ളത് മാക്സ് ഉപയോഗിച്ചിട്ട് വേണ്ട അടുത്ത് തുറക്കാൻ. പക്ഷെ അതുപോലെ എന്താണ്, അണ്ടർ യൂസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. സോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ന്യൂസിലേക്ക് പോവാം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും നമ്മൾ ഈ സാധനം എന്ത് ചെയ്യാറുണ്ട്,
പഠിക്കാറുണ്ട്, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഗ്ലോബൽ അണ്ടർ ഇൻഡെക്സ് ടൂൾ ഫോർ കോമ്പറ്റൻസി മെഷറിംഗ് ട്രാക്കിംഗ് ഹങ്കർ അറ്റ് ഗ്ലോബൽ, regional and national levels. GS scores are based on values of 4 component indicators. പ്രധാന ഇൻഡിക്കേറ്റർ എന്തൊക്കെയാണ്? ചൈൽഡ് സ്റ്റണിങ്, ചൈൽഡ് വേസ്റ്റിംഗ് ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി. അതിന്റെ കൂടെ അണ്ടർ നറിഷ്മെന്റ്. ചൈൽഡ് സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ വലിപ്പം വെക്കാതെ പോവുക, റൈറ്റ്. ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക. എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ എന്ത് ചെയ്യാതിരിക്കുക, ഉപയോഗപ്പെടുത്താതിരിക്കുക, അവരുടെ സ്കില്ല് ഉപയോഗപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ അണ്ടർ നറിഷ്മെന്റ്, ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടാതിരിക്കുക. കൺട്രീസ് ആർ ഡിവൈഡ് ഇൻടു 5 categories of hunger on the base of their score. സോ ഈ 4 കാര്യങ്ങളാണ് മാർക്ക് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 4 പോയിന്റ് എടുത്ത് നോക്കും, ഈ ഓരോ മേഖലയിലും ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്, എന്നിട്ട് മാർക്ക് ഇടും. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 5 കാറ്റഗറി ആയിട്ട് രാജ്യങ്ങളെ തിരിച്ചിട്ടുണ്ട്: ലോ, മോഡറേറ്റ്, സീരിയസ്, അലാമിംഗ് ആൻഡ് എക്സ്ട്രീമലി അലാർമിംഗ്. ഈ GHI സ്കോർ 100 പോയിന്റ് സ്കെയിലിൽ ഔട്ട് ഓഫ് 100 ആണ് എന്ത് ചെയ്യുന്നത്, GHI സ്കോർ കൊടുക്കുക. അതിൻ്റെ അകത്ത് 0 ആണ് എന്ത് ബെസ്റ്റ് സ്കോർ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് രാജ്യത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്നർത്ഥം. ഇഫ് യുവർ GHI സ്കോർ ഇസ് 0, ദാറ്റ് മീൻസ് യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ രാജ്യത്ത് 100% ആൾക്കാരിൽ ഒരാൾക്ക് പോലും എന്തില്ല, ഹങ്കർ ഇല്ല. സോ 0% ആണ് നിങ്ങളുടെ ഹങ്കർ എന്നർത്ഥം. അതേസമയം 100 ആണ് നിങ്ങളുടെ വാല്യൂ എങ്കിൽ ദാറ്റ് ഇസ് ദ വേഴ്സ്റ്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ 100% ആൾക്കാർക്ക് എന്താണ്, പോവർട്ടി അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഹങ്കർ അനുഭവിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. ഇന്ത്യയുടെ റാങ്ക് എടുത്ത് നോക്കിയാൽ 121 രാജ്യങ്ങളിൽ 107ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സോ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഏറ്റവും പുറകിൽ കിടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നർത്ഥം. അപ്പൊ അത്രയധികം ആൾക്കാർ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്, ഹങ്കർ അനുഭവിക്കുന്നുണ്ട് എന്നർത്ഥം. So India is in a far worse position than all countries in South Asia barring war-torn Afghanistan. So South Asiaയിലെ അഫ്ഗാനിസ്ഥാൻ ഒഴിച്ച്, താലിബാൻ ഈ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കിയ അഫ്ഗാനിസ്ഥാൻ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെക്കാൾ വളരെ മുമ്പിലാണ് ഇൻ GHI റാങ്കിങ്. സോ ഇന്ത്യയാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പുറകിലെന്ന് അർത്ഥം. ഇന്ത്യ സ്കോർ ഓഫ് 29.1 places ഇറ്റ് ഇൻ ദ സീരിയസ് കാറ്റഗറി. സോ നമ്മൾ പറഞ്ഞു രാജ്യങ്ങളെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. തീരെ പ്രശ്നമൊന്നും ഇല്ലാത്തവര്, മോഡറേറ്റ് പ്രശ്നങ്ങളുള്ളവര്, സീരിയസ് പ്രശ്നമുള്ളവര്, അലാമിംഗ് പ്രശ്നമുള്ളവര്, എക്സ്ട്രീംലി അലാമിംഗ് പ്രശ്നമുള്ള രാജ്യങ്ങൾ. ഇതിൽ സീരിയസ് ആയിട്ട് പ്രശ്നമുള്ള ഹങ്കർ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ടുള്ള രാജ്യമാണ് ആര്, ഇന്ത്യ. ഇന്ത്യൻ ആ കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ഇന്ത്യ ഓൾസോ റാങ്ക്സ് ബിലോ ശ്രീലങ്ക. ശ്രീലങ്കയ്ക്കും ഇന്ത്യയെക്കാൾ വളരെ ചെറിയ രാജ്യങ്ങളും ഇന്ത്യയുടെ അത്ര സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ശ്രീലങ്കയും നേപ്പാളും ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേക്കാൾ പുറകിലാണ് ആര്, ഇന്ത്യ. അഫ്ഗാനിസ്ഥാൻ മാത്രമേ ഒരു ആശ്വാസത്തിന് ഇന്ത്യയെക്കാൾ പുറത്തുള്ളൂ. അത് തന്നെ താലിബാൻ പ്രശ്നം, സിവിൽ വാർ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. സോ ഇന്ത്യസ് ചൈൽഡ് വേസ്റ്റിംഗ് റേറ്റ് ഇസ് അറ്റ് 90%. 19.3 എന്ന് പറയുമ്പോൾ ഏകദേശം 19%. Worse than the levels recorded in 2014. It is the highest for any country in the world and rise of the region average owing to India's large population. ഇനി അണ്ടർ നറിഷ്മെന്റ് കാര്യം പറഞ്ഞാൽ proportion of population facing chronic deficiency of dietary energy intake. നമുക്ക് അറിയാലോ എന്താണ് അണ്ടർ നറിഷ്മെന്റ്. ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടാതിരിക്കുക. അതിന്റെ എന്താ പറയുന്നത്, ഹാസ് ഓൾസോ റൈസൺ. ഇന്ത്യയിൽ അണ്ടർ നറിഷ്മെന്റ് എന്ന് പറയുന്ന പ്രതിഭാസവും അല്ലെങ്കിൽ പോഷകാഹാരക്കുറവും കൂടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ 14.6 കടന്നിരുന്നത് ഇപ്പൊ എത്രയായി, 16.3 കൂടിയിരിക്കുന്നു. That means 224 million people in India are considered undernourished. എന്ന് പറഞ്ഞാൽ 2240 ലക്ഷം പേര്, 2240 ലക്ഷം ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത്രയായി. അത്ര ആൾക്കാർ ഇന്ത്യയിൽ എന്തില്ല, അവർക്ക് വേണ്ടത്ര പോഷകങ്ങൾ കിട്ടുന്നതേ ആണ് ജീവിക്കുന്നതെന്ന് അർത്ഥം. ഈ ഡാറ്റയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്, ഓർത്തു വയ്ക്കാൻ പറ്റിയ. അതുപോലെ തന്നെ അണ്ടർ നറിഷ്മെന്റിന്റെ വേറെ സംഭവമാണ് മേലെ കൊടുത്തിട്ടുള്ള ചൈൽഡ് വേസ്റ്റിംഗ്. സോ ചൈൽഡ് വേസ്റ്റിന്റെ കാര്യം നോക്കുക. ലോ വെയിറ്റ് ഫോർ ഹൈറ്റ്. ചൈൽഡ് വേസ്റ്റിംഗ് റേറ്റ് എന്ന് പറയുന്നത് ആവശ്യത്തിന് ഉയരത്തിനനുസരിച്ച് എന്നിട്ടാവാതിരിക്കുക, ഭാരം ഉണ്ടാവാതിരിക്കുക. അതാണ് ചൈൽഡ് വേസ്റ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഇറ്റ് ഈസ് അറ്റ് 90.3%. സോ വേഴ്സ് ദാൻ റെക്കോർഡഡ് 2014. സോ 2014നേക്കാൾ അബദ്ധമാണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്നർത്ഥം.
സോ ഉയരത്തിനനുസരിച്ച് സ്കെലിറ്റ് പോലെയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ അണ്ടർഗോയിങ്, അല്ലെങ്കിൽ ആ സംഭവത്തെയാണ് ചൈൽഡ് വേസ്റ്റിംഗ് എന്ന് വിളിക്കുക. സോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ത്യ ഷോൺ ഇംപ്രൂവ്മെന്റ്. എന്നാൽ അതേ സമയത്ത് ഇന്ത്യ ഇംപ്രൂവ്മെന്റ് നടത്തി അവിടെ ചൈൽഡ് സ്റ്റണ്ടിങ് which has declined from 38 to 35. ചെറിയ രീതിയിൽ മെച്ചപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചൈൽഡ് മോർട്ടാലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. 4.6% നിന്ന് 3.3 എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യ സ്ഥിരം നടത്താറുള്ള അടവ് നടത്തി. ഇവർ പറഞ്ഞു ഈ റിപ്പോർട്ടുകളൊന്നും ശരിയല്ല, ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ഇറക്കാം, അതിനകത്ത് കൃത്യമായ കണക്കുകൾ കാണിച്ചു തരാം. ഈ റിപ്പോർട്ടൊക്കെ ശരിയല്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. സോ ഇന്ത്യ ഹാസ് റിജക്റ്റഡ് ദ റിപ്പോർട്ട് ഫൈൻഡിങ്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടെത്തലുകളൊന്നും ശരിയല്ല എന്നും വെറുതെ കെട്ടിച്ചമച്ചതാണെന്നാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. As per Ministry of Women and Child Development, the report lowers India's rank based on estimates of proportions undernourished population. It elaborates that US Food and Agriculture Organization estimate is based on food insecurity experience scales. Survey module conducted using Gallup World Poll. റാങ്ക് വളരെ മോശമായതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്ത്യ റിജക്ഷൻ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ശരിയല്ല എന്ന് തള്ളിക്കളഞ്ഞു, അത്ര. It stated that the data represented a minuscule proportion of a country of India's size. It countered the assertions in the report pointing to India's per capita dietary energy supply increasing 1 year due to enhanced production of major agricultural commodities in the country over the years. According to the ministry, the report is not only disconnected from ground reality but also choose to ignore food security, especially during the pandemic. Union Cabinet through the Pradhan Mantri Garib Kalyan provisioned an additional 5 kg ration per person. ഇതൊക്കെയാണ് ന്യൂസിലുള്ളത്. ഈ അവസാന ഭാഗം സത്യത്തിൽ അത്ര ആവശ്യമില്ലാത്ത സാധനമാണ്, വേസ്റ്റ്. സോ ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ഒന്നും വായിച്ചു നോക്കണ്ട. ഇന്ത്യ ആ സാധനം എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരെയും പറഞ്ഞാൽ എന്ത് പറയും, ആ പഠനം തെറ്റാണ്, അത് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് അടിച്ചുവിടും. സോ ഇന്ത്യ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല, ഈ റിപ്പോർട്ടൊക്കെ എന്താണ്, ഇന്ത്യയെ മോശക്കാരനാക്കാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ അടിച്ചിറക്കിയ റിപ്പോർട്ടാണ്, ഇത് ശരിയല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ന്യൂസ്. Why does SC collegium hold primacy over transfers? Appointments and transfers of judges in the constitutional courts is a participatory consultative process between Supreme Court and government. But there is a disturbing pattern of the government unilaterally denying or segregating names recommended by Supreme Court collegium. Okay, Supreme Court collegium. The primacy of collegium to recommend names for elevation to the Supreme Court and appointments and transfers in high courts is expected by cherry picking on the part of executive. 3-judge case establishes the primacy of collegium led by CGI in making judicial appointments. Chief Justice of India here means the collective opinion of collegium. The executive element in the appointment process of judges to senior positions reduced to minimum so that any undue influence is eliminated. സംഭവം ഇത്രേ പറയുന്നുള്ളൂ. ഗവൺമെന്റ്, അതായത് SC വരുന്ന അപ്പോയിന്റ്മെന്റുകൾ, ജഡ്ജിന്റെ അപ്പോയിന്റ്മെന്റുകൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, തങ്ങളുടെ ലാഭത്തിന് വേണ്ടി അവരുടെ ആൾക്കാരെ കുത്തിക്കയറ്റുന്നു, അല്ലെങ്കിൽ ഓവറായിട്ട് they are delaying and segregating the recommendations by Supreme Court collegium. സാധാരണ രീതിയിൽ സുപ്രീം കോടതിയുടെ കൊളീജിയം ഉണ്ടാവും, 3-4 പേരുള്ളത്. അവര് എന്ത് ചെയ്യും, പുതിയ ആൾക്കാരുടെ പേരുകൾ കൊടുക്കും, റെക്കമെൻഡ് ചെയ്യും, അതിനകത്ത് നിന്ന് വേണം ഇവരെടുക്കാൻ എന്നൊക്കെയാണ് നിയമം. പല പ്രാവശ്യവും മോദിജി ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് കാണപ്പെടുന്നത്. The primacy of collegium to recommend names of elevation to the Supreme Court and appointments and transfer in high courts is by cherry picking on the part of executive. Executive എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, cherry pick ചെയ്യുക. നമ്മൾ കൈകൊണ്ട് പഴങ്ങൾ പറിച്ചെടുക്കുന്ന പോലെ എന്ത് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം തെരഞ്ഞെടുത്തിട്ട് ഈ പറയുന്ന സുപ്രീം കോടതിയുടെ അഭിപ്രായം പൂർണ്ണമായി തള്ളിക്കളയും. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇത് ശരിയല്ല എന്നതാണ് എന്ത് ചെയ്യുന്നത്,
ലേഖനം പറഞ്ഞു വരുന്നത്. The three-judge case establishes the primacy of collegium, led by CJI, making judicial appointments. Chief Justice of India here means faculty of collegium. കൊളീജിയത്തിലൊക്കെ സർക്കാർ കൈയിട്ട് എന്ത് ചെയ്യുന്നു? കറപ്ഷൻ നടത്തുന്നു. ഇത്രയും ന്യൂസിലുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല. It was for this reason the word consultation instead of concurrence was used in Constitution. നമുക്ക് ആവശ്യമുള്ളത്. The way out of the imbroglio would be introduced checks through which memorandum of procedure against unilateral segregation by the government. A new MOP would also bring in a clause to clear names for judicial appointments within a reasonable time to avoid delay. So moving on. Food day as a reminder to leave no one behind. എന്താണ് പുതിയ സംഭവം? ഫുഡ് ഡേ ആഘോഷിച്ചു. അടിപൊളി. ആരെയും വിട്ടിട്ട് പോകരുത് എന്നാണ് അതിന്റെ ലോഗോ. ലീവ് നോ വൺ ബിഹൈൻഡ്. Globally, food and nutrition security continue to be undermined by impacts of COVID-19, climate change, spiraling food inflation, conflict, and inequality. Hunger hotspots outlook. Report by Food and Agriculture Organization of United Nations and the World Food Program forecast escalating hunger as over 205 million people across 45 countries will need emergency food assistance to survive. So ഇതിലേശം ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഒരു സീരിയസ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്, റൈറ്റ്? സോ ഹങ്കർ ഹോട്ട്സ്പോട്ട്സ് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് 205 അല്ലെങ്കിൽ 250 ലക്ഷം ആൾക്കാരാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? 40 രാജ്യങ്ങളിലായിട്ട് ഭക്ഷണം കിട്ടാതെ വലഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. സോ വേൾഡ് ഫുഡ് ഡേയില് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്ത് നമുക്ക് പറയാനുണ്ട്? സോ വേൾഡ് ഫുഡ് ഡേയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇന്ത്യ ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു. ഇന്ത്യ has achieved self-sufficiency and is now one of the largest agricultural product exporters. It recorded 20% increase in total agriculture exports. സോ ഇന്ത്യ കൃഷി എന്ന് പറയുന്ന മേഖലയിൽ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ എക്സ്പോർട്ടുകൾ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളുടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. സോ അങ്ങനെ കുറെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്, റൈറ്റ്? Better production, better nutrition. However, recent climate shocks have raised concerns about India's wheat and rice production over the years. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചില ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഷോക്കുകൾ ഇന്ത്യയുടെ ഈ വർഷത്തെ അരിയുടെയും ഗോതമ്പിന്റെയും വിളവിനെ ബാധിച്ചേക്കാം എന്നാണ് പ്രഡിക്ഷൻസ്. Agri-food system will need to provide for a sustainably support an increasing population. World Food Day is reminder to leave no one behind. ഇതാണ് ഇപ്രാവശ്യത്തെ വേൾഡ് ഫുഡ് ഡേയുടെ ലോഗോ. കാര്യമുള്ള കാര്യമൊന്നുമില്ല. One of India's greatest contribution to equity in food is National Food Security Act, which anchors the targeted public distribution system, the PM Poshan scheme, and the integrated child development services. The government continues to take various measures to improve these programs with digitization and measures such as rice fortification, better health, and better sanitation. ഇതിനകത്ത് ആരൊക്കെ പറഞ്ഞുപോയി? ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവന, അഗ്രികൾച്ചറുള്ള സംഭാവന എന്ന് പറയുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ്, റൈറ്റ്? സോ ഇത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു? എത്രത്തോളം ഇവര് കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കും. അതുപോലെ PM പോഷൻ സ്കീം എന്ന് പറയുന്ന സാധനമുണ്ട്, മിഡ് ഡേ മീൽ സ്കീം. സോ ഇത് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസുകളുമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പരിപാടി നടക്കുന്നുണ്ട്.
ഇനിയും എന്ത് ചെയ്യും, ഇതൊക്കെ കൂടുതൽ മെച്ചപ്പെടും എന്നാണ് ലേഖനം പറയുന്നത്. സോ നമുക്ക് അത്ര കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഫുഡ് സേഫ്റ്റി ഇൻക്ലൂഷൻ ആർ ലിങ്ക്ഡ് വിത്ത് പബ്ലിക് പ്രൊക്യൂർമെന്റ് ബഫർ സ്റ്റോക്ക് പോളിസി വിസിബിൾ ഡ്യൂറിംഗ് ദ ഗ്ലോബൽ ഫുഡ് ക്രൈസിസ് ആൻഡ് COVID-19 പാൻഡമിക്. അവസാനത്തെ പോയിന്റ്, IMF അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നടത്തിയ പാൻഡമിക് പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി എന്ന പരിപാടിയിൽ ഇന്ത്യ എന്ത് പറഞ്ഞു? ഞങ്ങൾ എന്തായിരിക്കുന്നു, എക്സ്ട്രീം പോവർട്ടി ലെവൽസ് ഞങ്ങൾ 1% താഴെ നിർത്തിയിരിക്കുന്നു. ഇതാണ് പുള്ളി പറഞ്ഞ റീസൺ. ഓക്കെ, സോ ഇന്ത്യസ് അപ്കമിംഗ് G20 presidency is an opportunity to bring food and nutrition security to every center of the resilient and equitable future. സോ ഇക്കാര്യത്തിൽ പാവങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് എന്തില്ല, അവരുടെ ഭക്ഷണ കാര്യത്തിലും ഈ ഫുഡേൽ പോലും വലിയൊരു ചിന്തയില്ല. പുള്ളി മറ്റു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറ്, റിച്ച് ആയിട്ടുള്ള വലിയ കാര്യങ്ങളിൽ പൈസ ഇറക്കാൻ മാത്രമേ സർക്കാരിന് താല്പര്യമുള്ളൂ. സോ ജസ്റ്റ് നമ്മൾ ഓടിച്ച് വായിച്ചു പോയെന്നേ ഉള്ളൂ, അത് ആവശ്യമില്ല സത്യത്തിൽ. പക്ഷെ അതിനകത്ത് ഉള്ളതുകൊണ്ട് ഞാനങ്ങ് വായിച്ചു, സാധാരണ ഇത് നല്ല ന്യൂസാണ് വരാറ്. സോ ലീവിങ് ബിഗർ പിക്ചർ ഓഫ് ഇന്റർമീഡിയേഷൻ ഫിനാൻഷ്യൽ ക്രൈസിസ്. സോ ഇത് എക്കണോമിയുടെ ലേഖനമാണ്, വായിച്ചു നോക്കേണ്ട ലേഖനങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ദ ഫിനാൻഷ്യൽ സെക്ടർ പ്ലേസ് എ മേജർ റോൾ ഇൻ മോഡേൺ എക്കണോമിക്സ് ആൻഡ് the very mechanisms that enable banks to offer these valuable services are also those which at times make banks vulnerable to small shocks and market sentiments. This year, Nobel Prize in Economics has been awarded to American economist Ben Bernanke. The key point ഒന്നും കാണുന്നില്ല, key point തന്നെ വായിച്ചു നോക്കാം. According to Diamond and even the on the other hand, firms borrow from banks, prefer loans with longer maturities, and they want to invest the money in business activities. To make this operation viable, a bank has to pay attention to the needs of both sets of customers. As a bank has to turn short-term deposits into long-term deposits. So moving on, അത് ഞാൻ വായിച്ചു നോക്കി, അതിനകത്ത് കാര്യപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, ഇത്ര സമയം കളയണ്ടല്ലോ, അത് പത്രം പോരാ. The plumbing of inner party democracy, inner party ന്യൂസ് ഒക്കെ വായിച്ചു മതി. എന്താ സംഭവം? In Punjab, war on drugs, addiction among women's girls overlooked. So social issue ആണെന്ന് പറയാൻ തന്നെ ഉള്ളൂ. Plumbing of inner party democracy. പഞ്ചാബിലെ കാര്യം മാത്രമല്ല, നാട്ടിൽ മൊത്തത്തിൽ ഡ്രഗ് യൂസ് കൂടി വരികയാണ്. കേരള ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും ഒക്കെ ശരിയാണ്, റൈറ്റ്. സോ അതിലെ സ്ത്രീകൾ ഇപ്പൊ എന്തുണ്ട്, പെൺകുട്ടികൾ അതിലും വളരെ മുമ്പിലാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആമ്പിള്ളേര് മാത്രമേ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. നൗ വിമൺ അതിശക്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. There are several reasons, including social stigmas. Data on women substances users is scanty and അത്ര 80,000 workmen they survey led to the setting up of the Purta faculty for women. Not needed. ആൾക്കാരൊക്കെ ഡ്രഗിന് അടിമപ്പെട്ട് പോയിരിക്കും. Punjab has 32 government-run addiction centers, but in the പഞ്ചാബിന്റെ കഴിഞ്ഞാൽ നെക്സ്റ്റ് ന്യൂസ് കഴിയാനായി. ഇന്നത്തെ പത്രത്തിൽ കാര്യമായിട്ടൊന്നും ഇല്ല, അത് പെട്ടെന്ന് കഴിയും.
Private projects gives investment boost in Q2. രണ്ടാമത്തെ ക്വാർട്ടറിൽ എന്തായിരിക്കുന്നു? പ്രൈവറ്റ് പ്രൊജക്ട്സ് ഇൻവെസ്റ്റ്മെന്റുകൾ വന്നിരിക്കുന്നു. സോ ഈ പറയുന്ന പോലെ GS3 എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്കണോമിയുടെ ഭാഗമായിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ചേഞ്ച് ഇൻ ട്രെൻഡ്. The table lists number of values and change in the value of new projects announced in so far in 2023. India's private sector in investment and announcements soared 66%. So 66% മേലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നു എന്നർത്ഥം. Q2 was boosted by super mega projects like Vedanta's 1.54 lakh crore plans to produce chips in Gujarat, driving sharp 41% of investment projects. Private projects കൂടുതൽ പൈസ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. ആ ന്യൂസ് കഴിഞ്ഞു. TN raises concern over presence of Chinese troops in Sri Lanka. അത് കുറച്ച് നാളായിട്ട് തുടങ്ങിയ സംഭവമാണ്. ചൈനീസുകാര് അങ്ങ് ശ്രീലങ്കയിൽ കുറ്റിയടിച്ചിരിക്കുകയാണ്. സോ സ്ട്രിംഗ് ഓഫ് വേൾഡ്സ് പദ്ധതിയും ശ്രീലങ്കയിൽ പല പോർട്ടുകൾ ശ്രീലങ്കയ്ക്ക് പൈസ കൊടുത്തിട്ട് പകരം നിങ്ങളുടെ ഒരു പോർട്ട് അല്ലെങ്കിൽ കടത്തീരം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് ചൈന ശ്രീലങ്കയെ എന്ത് ചെയ്യുന്നു? കൂട്ടിപ്പിടിക്കുന്നതും ഇവർക്ക് പൈസ കൊടുക്കും പകരം എന്ത് ചെയ്യണം? ഒരു കടപ്പുറം ചൈനയ്ക്ക് കൊടുക്കണം. ചൈന അവിടെ ആർമി ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യും, മിലിറ്ററി ബസ് സെറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നതിനെ ഇന്ത്യ മൊത്തത്തിൽ പേടിയോടുകൂടിയാണ് കാണുന്നത്. ഇപ്പോ തമിഴ്നാട് എന്ത് ചെയ്തിരിക്കുന്നു? അവരുടെ സീരിയസ് കൺസേൺസ് അറിയിച്ചിരിക്കുന്നു. Deployment of high-tech gadgets such as satellites, drones, and other communication equipments in the northern Sri Lanka required constant surveillance in coastal industries. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിൽ ന്യൂസിൽ കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തെ മുമ്പത്തെ ന്യൂസ് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു കപ്പല്, ഒരു ചൈനീസ് കപ്പല് വന്നിട്ട് നമ്മുടെ ശ്രീലങ്കയുടെ തീരങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? വട്ടം കറങ്ങാൻ തുടങ്ങി. അപ്പൊ ശ്രീലങ്കക്കാർക്ക് അത് പ്രശ്നമല്ല. പക്ഷെ ഇന്ത്യൻകാര് പറഞ്ഞു, നമ്മുടെ മിനിസ്ട്രി തന്നെ പറഞ്ഞു എന്ത്, അതൊന്നും ശരിയാവത്തില്ല, അധികം കറങ്ങി കളിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആക്രമിക്കും എന്ന രീതിയിൽ വരെ സംസാരം പോയിരുന്നു. സോ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ പറയുന്ന തൊട്ടടുത്ത് കടന്നുകൊണ്ട് ഇതൊരു ഹാക്കിംഗ് ഷിപ്പാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യാനും അത് വീക്ഷിക്കാനും ഒക്കെയാണ് ഈ കപ്പൽ വന്ന് കടന്നിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പിന്നെയും ചൈനീസ് കപ്പൽ ശ്രീലങ്കയ്ക്ക് വരുമ്പോൾ തമിഴ്നാട് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഒരു പ്രശ്നമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്, വാർണിംഗ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ചൈനക്കാർ എന്ത് ചെയ്യാണ്? നൈസായിട്ട് നമ്മുടെ സാറ്റലൈറ്റ്സും മറ്റ് സിസ്റ്റംസ് ഒക്കെ മോണിറ്റർ ചെയ്യാനും ഇന്ത്യയുടെ ശക്തി അളക്കാനൊക്കെ വേണ്ടി അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണെന്നാണ് തമിഴന്മാരുടെ പേടി. Tamil Nadu had strengthened security arrangements along the southeastern coast after a Union government advisory on the arrival of 𝐰𝐰𝐰𝐰𝐿, Chinese research vessel in Sri Lanka's Hambantota. So ഈ സംഭവം നമ്മൾ പറഞ്ഞത് റൈറ്റ്, ചൈനീസ് റിസർച്ച് വെസൽ ഹമ്പൻതോട്ടയിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നം ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അപ്പോഴാണ് ഉടനെ അടുത്ത സാധനം. Chinese ambassador to Sri Lanka to islands close to international marine boundary line and drone survey conducted at areas. While India is providing scholarships to Sri Lankan students pursuing undergraduate programs in India, China is funding postgraduate Sri Lankan students studying in their own country. It is obvious that they are trying to woo the youth in Sri Lanka to support their future plans, he said. So ചൈനക്കാര് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കനെ എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ശ്രീലങ്കയിൽ പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു, പാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു, റോഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ശ്രീലങ്കൻ സ്റ്റുഡൻസിന്, എബ്രോഡിൽ പഠിക്കുന്ന ശ്രീലങ്കൻ സ്റ്റുഡൻസിന് PG പഠിക്കാനുള്ള ഫണ്ട് ചൈന എന്ത് ചെയ്യുന്നു? വെറുതെ കൊടുക്കുന്നു. സോ ഇന്ത്യയിലൊക്കെ കുറവാണ്. ഇന്ത്യ മാക്സിമം കൊടുക്കുന്ന സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ കുട്ടികൾ അവരുടെ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇന്ത്യയിൽ വന്ന് പഠിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചില ഒഴിവുകൾ കൊടുക്കുന്നുണ്ട്. ചൈന അങ്ങനെയല്ല, സ്വന്തം രാജ്യത്ത് ശ്രീലങ്കയിൽ തന്നെ PGക്ക് പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട്. ആര്?
ചൈന. സോ ചൈന ശ്രീലങ്കയെ മൊത്തമായിട്ട് ഇങ്ങനെ വാങ്ങാനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അർത്ഥം. അത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ലേഖനങ്ങളിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യനബിൾ അർജൻസി, സ്വിഫ്റ്റ് stay on orders of acquisition on discharge shows courts in a bad light. എന്താണ് സംഭവം? UAPA ആണ് സംഭവം. UAPAയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആണ് ന്യൂസ് വന്നിരിക്കുന്നത്. എന്താ സംഭവം? The manner in which Supreme Court has suspended the operation of Bombay High Court judgment discharging 𝐰𝐰𝐰𝐰 and others in the Maoist. Okay, മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട സാധനമാണ്. സോ ഒറ്റയ്ക്ക് സംഭവം കിട്ടി. നിങ്ങൾക്ക് ആരെയും ചോദ്യമോ പറച്ചിലൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പ്രിവെന്റീവ് എന്നുള്ള പേരിൽ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഉണ്ട്. ഒരാൾ ഒരു കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടി ആദ്യമേ കൊണ്ടുപോയി പൂട്ടിയിടുന്ന സംഭവം. സോ ഇത്തരത്തിലുള്ള അധികാരങ്ങൾ കൊടുക്കുന്ന UAP അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, ഇതാണ് ഇതിന്റെ ബേസിൽ ആണ് ചോദ്യം വരാൻ പോകുന്നത്. സോ ഇതാണ് ഇതിന്റെ ക്രക്സ്. ഒരു ന്യൂസ് വന്നു, ആ ന്യൂസിന്റെ ക്രക്സ് എന്താണെന്ന് വെച്ചാൽ UAP ആണ്. സോ UAPയെ പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കാം. അത് വർഷം പാസ്സായതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. It provides special procedures to deal with terrorist activities. Unlawful activity means any conduct which constitutes a crime or which contravenes any law, whether such conduct occurred before or after commencement of this act. So then explain ചെയ്യാൻ unlawful activities prevention act. അപ്പോൾ ഇത് ഏത് വർഷം ഇറങ്ങി, അതുപോലെ തന്നെ എന്താണ് സംഭവം, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ്. അത് കൂടുതൽ വിശദീകരിക്കുകയാണ്. എന്താണ് ഒരു അൺലോഫുൾ ആക്ടിവിറ്റി, എന്താണ് നിയമവിരുദ്ധമായ ആക്ടിവിറ്റി. ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഏതെങ്കിലും നിയമം ലംഘിച്ചുകൊണ്ട് നമ്മൾ പെരുമാറുക, ഇതിനൊക്കെ എന്താണ് അൺലോഫുൾ എന്നാണ് വിളിക്കുക. അത്രേ ഉള്ളൂ. Section 15 of UAPA defines terrorist act and is punishable with. The act assigns absolute power to central government by way of which if central deems an activity as unlawful, then it may by the way of an official gazette declare it so. So ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് പവർ. സോ അൺലോഫുൾ ആക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് ഇവരെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു ആക്ഷൻ അൺലോഫുൾ ആണോ അല്ലയോ എന്ന് ഫൈനൽ തീരുമാനം എടുക്കേണ്ട ആരാണ്? ഇറ്റ് ഈസ് സെൻട്രൽ ഗവൺമെന്റ്. Provisions of this act apply also citizens. Okay, ഈ ആക്ട് UAP ആർക്കൊക്കെ ബാധകമാണ്? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും, പേഴ്സൺസ് ഇൻ ദ സർവീസ് ഓഫ് ഗവൺമെന്റ്, അതായത് സർക്കാർ, എല്ലാ സർക്കാർ ജോലിക്കാരും, അതുപോലെ തന്നെ ഇന്ത്യക്കാരനായിരിക്കും ഇപ്പോൾ കപ്പലിലും അഥവാ ഷിപ്പിലും ഈ പറയുന്ന എയറോപ്ലെയിനിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, ഇവരെല്ലാം എന്തിന്റെ അണ്ടറിൽ വരും? ഈ പറഞ്ഞ പ്രൊവിഷന്റെ UAP അണ്ടറിൽ വരും. So, judicial review implies the power of judiciary to അറിയുന്ന കാര്യമാണ് എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത്. സോ നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ഗ്ലോബൽ ഹണ്ടർ ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ GHIയുടെ ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യ വളരെ പുറകിലാന്നുള്ള കാര്യവും ഈ പറയുന്ന 4 പാരാമീറ്റേഴ്സ്, അണ്ടർ നറിഷ്മെന്റ്, ചൈൽഡ് വേസ്റ്റിംഗ്, ചൈൽഡ് സ്റ്റണ്ടിങ്, ചൈൽഡ് മോർട്ടാലിറ്റി തുടങ്ങിയിട്ടുള്ള പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ സാധനം കണ്ടെത്തുക എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ മൂവിങ് ഓൺ. Why does collegium hold primacy over transfers? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, റൈറ്റ്? ഗവൺമെന്റ് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? ആൾക്കാരെ മാറ്റിയിട്ട് സ്വന്തം ആൾക്കാരെ ജുഡീഷ്യറിയിൽ, പ്രത്യേകിച്ച് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? തള്ളിക്കയറ്റുന്നു. അതുകൊണ്ട് കൊളീജിയത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും വില വെക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. സോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ അറിയാണ്, എന്താ കൊളീജിയം നോക്കിയുള്ളത്. Okay. The SC Collegium is headed by CGI, comprised of 4 other senior most judges of the court. HC High Court Collegium is led by Chief Justice and 4 other senior most judges of the court. Name of the recommended for appointment by HC Collegium reach government only after approved by CGI and SC Collegium. Judges of the higher judiciary are appointed only through collegium system, and government has a role only after the names have been decided by the collegium. So collegium system ആണ് ഇപ്പോൾ എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മുടെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് മാക്സിമം കുറച്ച്, ഇതൊരു ജുഡീഷ്യറി സാധനം, ജഡ്ജുകൾ തന്നെ ആര് വേണം തീരുമാനിക്കുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോലും ഗവൺമെന്റ് നൈസായിട്ട് തടയാൻ തുടങ്ങി. സോ ഓവർ പവർ, അതായത് ആര് ജഡ്ജായി വരണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം മൊത്തം കൊളീജിയത്തിന് കൊടുത്തു. സർക്കാർ ആവശ്യമില്ലാതെ തനിക്ക് താല്പര്യമുള്ള ആൾക്കാരെ കയറ്റാതിരിക്കാൻ.
പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുകയാണ് ആര്, ഓരോ ലൂപ്പ് ഹോൾ കണ്ടെത്തിക്കൊണ്ട് മോദി. ശരിക്കും കൊളീജിയൽ സിസ്റ്റത്തിൽ അതിന്റെ ഗവൺമെന്റ് എന്തുമാത്രമേ റോളുള്ളൂ? ഇന്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുക്കാൻ പോകുന്ന ആൾക്ക് അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇയാൾക്ക് എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ, ഇയാൾ ആള് ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കൽ മാത്രമേ ആർക്ക് റോളുള്ളൂ? ഗവൺമെന്റിന് റോളുള്ളൂ. ഇതാണ് കൊളീജിയൽ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്. ഈ പറയുന്ന ഓഫീസർമാർക്കിടയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഗവൺമെന്റ് ഓഫീസർമാർക്കിടയിലുള്ള പ്രശ്നം അതെങ്ങനെ പരിഹരിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തേ. സോ മെയിൻ ചലഞ്ചസ് ആസ് ഇന്ത്യ ടേക്സ് അപ്പ് G20 പ്രസിഡൻസി. G20 രാജ്യങ്ങളുടെ തലവനായിട്ട് ഇന്ത്യ വരാൻ പോവുകയാണ്. പ്രസിഡന്റ്ഷിപ്പ് നമ്മൾ മെയിൻ ആളായിട്ട് വരാൻ ഉള്ള ശ്രമത്തിലാണ്. പ്രസിഡന്റ്ഷിപ്പിലേക്ക് എന്ത് ചെയ്തു വരാൻ പോകും. ഇപ്പൊ G20 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. 1990s ഉണ്ടായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. It aims to secure global financial stability. Together, G20 countries include 60% of world population and 80% of global GDP and 75% of global trade. So, G20 വലിയൊരു സംഭവമാണ്. ലോകത്തിന്റെ 75% ഗ്ലോബൽ ട്രേഡ് ഈ G20 രാജ്യങ്ങളിൽ കൂടി മാത്രമാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. സോ G20 സംഭവമാണെന്ന് പറയാൻ വേറൊന്നിന്റെ ആവശ്യമില്ല. ഒരുപാട് പ്രാവശ്യം ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് തന്നിട്ട് താഴെ പറയുന്നതിൽ ആരൊക്കെയാണ് G20 രാജ്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ G20 രാജ്യങ്ങളൊക്കെ ഏതാണെന്നൊക്കെ കാണാപ്പാടെ അറിഞ്ഞിരിക്കണം. സോ അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ തുടങ്ങി 20 രാജ്യങ്ങളുണ്ട്. പേര് ഓർത്ത് വെക്കാൻ മെംനോണിക്സോ മറ്റ് സഹായങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റ് ഐഡിയാസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ എല്ലാ രാജ്യങ്ങളും G7, G11, G20 ഒക്കെ ഇത്തരം സാധനങ്ങളൊക്കെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാകും. Making a case for old pension scheme. സോ പുതിയ പെൻഷൻ സ്കീമിനേക്കാളും നല്ലത് പഴയ പെൻഷൻ സ്കീം ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനമാണ്. ഡാറ്റ പോയിന്റിലാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ ഡാറ്റ പോയിന്റുള്ള ഡാറ്റകളൊന്നും പരീക്ഷയ്ക്ക് ആവശ്യമാകുന്നു തോന്നുന്നില്ല. സോ ആ ഡാറ്റ പോയിന്റ് നമുക്ക് അത്ര ആവശ്യമില്ല. സോ ഇന്നത്തെ ന്യൂസിൽ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്ന്. സോ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് പണി കഴിച്ച് കിടന്നുറങ്ങാം. കാര്യം കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. കൊളീജിയൻ സിസ്റ്റം എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. GHI റിപ്പോർട്ടുകൾ എന്താണ്, അതിന്റെ പാരാമീറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. G20 രാജ്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഈ ന്യൂസിൽ പിന്നെ വേറെ എന്തൊക്കെ പറയുന്നുണ്ട്? കോമൺ ഫ്രെയിംവർക്ക് ഓഫ് G20 ഇനിഷ്യേറ്റീവ് ഫോർ പെർഫോമിംഗ് മച്ച് എക്സ്പെക്ടഡ് ആൻഡ് ഹാഡ് ഇൻഹെറന്റ് ഹാൻഡിക്യാപ്സ്. ED is independent enforcement directorate and income tax department go after sections of civil society and private capital. Sitharam insisted that ED was completely independent. ഇതൊക്കെ ഒരു നമ്മുടെ പക്ക ഇസാനമാണ്. എന്നുവെച്ചാൽ പക്ക പൊളിറ്റിക്കൽ സാധനമാണ്. അതായത് മറ്റു പലരും ചോദിച്ച ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു BJP സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഉത്തരങ്ങളാണ്. ഓക്കെ, സോ അതിൽ വലിയ കാര്യപ്പെട്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞു. നമ്മൾ ന്യൂസുകളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇന്നപ്പോൾ അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഫൈൻ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.